ബാപ്പച്ചിയുടെ വിവരം തിരക്കാൻ വന്നതാ. ഇരിക്കച്ചാ. പറയട്ടെ, എല്ലാം മാറി വരുന്നു. ഇഷ്ടക്കൂടുതലുള്ളവര് വരുമ്പോ ഇപ്പൊ ഇതാ പരിപാടി. ആളിങ്ങനെ ഓരോന്ന് ഓർത്ത് കരയും. സങ്കടപ്പെടണ്ട, ഇതൊക്കെ ചിലപ്പോ കുറച്ചു ദിവസം കഴിയുമ്പോ അങ്ങ് മാറില്ലേ. പഴയതിലും പ്രസരിപ്പോടെ നല്ല ഉഷാറായി കാര്യങ്ങൾ നടത്താൻ പറ്റും. മരുന്നുകൾക്ക് മാറ്റാൻ പറ്റാത്ത രോഗമൊന്നുമില്ലല്ലോ. എത്രയോ ആൾക്കാർ ഇതിലും മോശമായ അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കിടന്നാ മതിയോ? ദേ, ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? മോളെ, മരുന്നൊക്കെ ഇല്ലേ? അതിനൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. പക്ഷേ ബാബച്ചിക്കൊരു ആത്മവിശ്വാസം ഇല്ല. എല്ലാം ഇതോടുകൂടി തീർന്നു എന്നുള്ള തോന്നല. ആ ഒരു തോന്നല ആദ്യം മാറ്റേണ്ടതേ. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ തന്നെ പകുതി അസുഖം കുറയും. അതിന്റെ ഉദാഹരണമല്ലടോ ഈ ഞാൻ. തോറ്റു തരില്ലെന്ന് കണിശമായിട്ട് രോഗത്തോട് പറയണം. നമ്മുടെ ആത്മബലത്തിന് മുന്നില് രോഗത്തിന് ഓടി ഒളിക്കേണ്ടി വരണം. തോന്നുന്നത് എന്റെ മോൻ നസീറിന്റെയും നൂർജഹാന്റെയും വിവാഹം ഉറപ്പിച്ചിരിക്കുക. കല്യാണ ലെറ്റർ അടിക്കാൻ കൊടുത്തിരിക്കുന്നത് വാങ്ങിക്കാൻ പോയിരിക്കുക നസീറിന്റെ ബാപ്പ. ബന്ധുക്കളും സ്വന്തക്കാരുമായിട്ട് ഒരുപാട് പേരുള്ളവരാ ഞങ്ങളും. ആ വീടും കൂടി ഒഴിഞ്ഞു കിട്ടിയാലേ വരുന്നവർക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വെക്കാൻ പറ്റും. അല്ല, പെട്ടെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെയാ മാറാൻ പറ്റുന്നത്? എങ്ങനെയാന്ന് വെച്ചാ സൗകര്യം പോലെ മാറി തന്ന വലിയ ഉപകാരമായി. ഈ കല്യാണം വന്നതുകൊണ്ടാ, ഇല്ലെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ഞങ്ങൾ ശ്രമിക്കാം. അതേ ഇപ്പൊ പറയാൻ പറ്റൂ. ഞങ്ങള് ഞങ്ങളുടെ മകൻ വിഷ്ണുവിനോടൊന്ന് ആലോചിച്ചിട്ട് ഉടനെ വേണ്ടതെന്താന്ന് വെച്ചാ ചെയ്യാം. പക്ഷേ തിരക്ക് പിടിക്കരുത്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? അയ്യോ സത്യമേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ. മോളെ, അതിനൊക്കെ ഇനി സമയമുണ്ട്. എന്നാ വരട്ടെ. ഇവിടെ ഉള്ളവർക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇക്ക അവരെ ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? മാറിക്കൊള്ളാൻ പറയുന്നതല്ലേ നല്ലത്. എന്നാ ശരി, നിങ്ങൾ കേട്ടോ. ആ പൊയ്ക്കോ, വണ്ടി എടുക്ക. ഇത് അവനല്ലേ? കാശ് തന്നിട്ട് പോടാ.
അതാരത്? അതാരത്? എന്താ എന്താ പ്രശ്നം എന്താ? അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തത് ദേ അവനാ. ഏയ് അതെന്റെ ഫ്രണ്ടാ. അവനങ്ങ് ഗൾഫിലായിരുന്നു. അയ്യോ അല്ല, അവൻ നിങ്ങളെ പൈസ ഒന്നും അവനെടുക്കൂല. ഞങ്ങളെ അടിച്ചിട്ട് ഞങ്ങളുടെ കാശ് എടുത്തോണ്ട് പോയത് അവൻ തന്നെയാ. അവനങ്ങനെ ചെയ്യത്തില്ലെന്ന്. അയ്യോ, പിന്നെ അവൻ ചെയ്തത് എന്തുവാ? രാഘവട്ടൻ ഓർമ്മയില്ലേ? രാഘവട്ടൻ തള്ളിയിട്ടത് ദാണ്ടെ അവനാ. ഭാമേ, അയ്യോ രാഘവട്ട, ചിലപ്പോ നിനക്ക് ആള് മാറിയായിരിക്കും ഭാമേ. ഇല്ല രാഘവട്ട, ഇത് അവൻ തന്നെയാ. ദേ, അവന്റെ രൂപം പച്ച കുത്തിയ പോലെ എന്റെ ഉള്ളിലുണ്ട്. അല്ല, ഇവർക്ക് ആള് മാറിയതായിരിക്കുന്നേ. ചുമ്മാ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി പറയുന്നത്. ഭാമേ, നമുക്ക് ഇവിടുന്ന് പോവാന്നേ. ചിലപ്പോ അവര് ഭാമ പറയുന്നവരായിരിക്കത്തില്ല. അല്ല രാഘവേട്ട, രാഘവേട്ട, എന്നാലും ഭാമേ, നിനക്ക് തോന്നിയായിരിക്കുന്നേ. ദേ, ഉറപ്പില്ലാത്ത കാര്യം നമ്മൾ വിളിച്ചു പറയരുത്, പ്രത്യേകിച്ച് ഈ മോഷണ കാര്യങ്ങളൊന്നും. വാ, നമുക്ക് വാ. രാഘവേട്ട, ഞാൻ പറയുന്നൊന്നും. നീ വന്നേ ഭാമേ, വാ, നടക്കൂട്ടു. ആവശ്യമില്ലാതെ ആൾക്കാരിങ്ങനെ സംശയിക്കല്ലേ. അല്ല. നമ്മളെ വെറുതെ വിട്ടേക്ക്. ശ്ശോ, രാഘവേട്ട, നീ വാ ഭാമ ഇങ്ങോട്ട്. അവൻ തന്നെയാ പൈസ കൊണ്ടുപോയത്. നടക്ക്. രാഘവേട്ട, വാ ഇങ്ങോട്ട്.